അപ്പോൾ ഗൈസ് നമ്മളുടെ ഇവിടേക്ക് എത്തി. എവിടേക്ക്? നമ്മളുടെ ഇവിടേക്ക് എവിടേക്കാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ 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 കാറ് വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഗൈസ്. നമ്മൾ വേറെ ആളാണ്, ഇവർ വേറെ ആളാണ്. അങ്ങനെ 2 ഷോപ്പാണ്. ഇവരുടെ കാർ കട തുറന്നിട്ടില്ലെന്ന് നമ്മുടെ 24 hours ഉണ്ട് കേട്ടോ ഗൈസ്. അത് കാരണം കൊണ്ട് എല്ലാവർക്കും നമ്മുടെ കടയിലേക്ക് ഇഷ്ടമാണ്. നമ്മുടെ കടയിലേക്ക് അധികം ആൾക്കാരെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് കേട്ടോ ഗൈസ് നമ്മളുടെ കടയിലേക്ക് എല്ലാവരും തിരക്ക് പിടിച്ചോണ്ടാട്ടോ വരിക. ഇവിടെ നിന്ന് ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എൻ്റെ കടയിലേക്ക് വന്നിട്ട് കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഉണ്ടോ നമ്മുടെ ഈ വണ്ടി നമുക്ക് അവിടേക്ക് സൈഡിൽ ഒതുക്കി വയ്ക്കാം. ഈ ഒരു വണ്ടി നല്ലൊരു വണ്ടിയാണ് ഗൈസ്. ഈ ഒരു വണ്ടി നമ്മളുടെ ഇതിൻ്റെ നല്ലൊരു ഡാമേജും ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മളുടെ ഒരു BMWയോ അങ്ങനെ എന്തോ ഒരു വണ്ടിയാണ്. നമ്മൾക്കിത് അങ്ങോട്ട് കൊണ്ടുപോയി വെറുതെ എറിച്ച് തന്നിട്ട് വരാം. എറിച്ചിട്ടുണ്ടെന്നല്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് അറിയാണ്ടാണ് ഗൈസ്. എന്തൊരു സ്പീഡാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഈ ഒരു വണ്ടി കഴുകാനുണ്ടാവും. ചെറുക്കൻ കഴുകിക്കോളിരുന്നു. നല്ല പണിയാണ് ഗൈസ് ചെറുക്കന്മാർക്ക്. അപ്പം ഇരുട്ടാവാറായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് പോകണം. ഇതിൽ പോകണമെന്നാണ് എൻ്റെ ഒരു സംശയം. നമ്മളെ വണ്ടി അവിടെ വെച്ച് നമുക്കിനി ചെറുക്കൻ്റെ അടുത്ത് പോയി കഴുകാൻ പറയും. ചെറുക്കൻ പോയി കഴുകിയിട്ടുണ്ട്. നമ്മളെ ഏതുവണ്ടി എടുത്തിട്ട് പോവും? ഏതുവണ്ടി എടുത്തിട്ട് പോകണ്ടായിരുന്നു എനിക്കൊരു സംശയമാണ് ഗൈസ്. നമ്മളെ ഇലക്ട്രിക് വണ്ടി എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചേക്കണേ. ഇതൊരു ഇലക്ട്രിക് കാറാണ് ഗൈസ്. ഇലക്ട്രിക് കാർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാറ്. നല്ല സൂപ്പർ കാറാണ് ഗൈസ്. നിങ്ങൾക്കൊന്നും അറിയില്ല ഈ കാറ് സെറ്റാണ്. നമ്മളുടെ ഇതിലൊന്നും ഓടില്ല. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ഡ്രൈവറാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ കാറ് നമുക്ക് എടുത്ത് ഇതാക്കണം. നമ്മളുടെ ഇതാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു സൈഡിൽ ഒരാൾ നിൽക്കും. എത്ര മണിക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴും നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ നിൽക്കും. ആണെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം സെറ്റാക്കും. എന്നിട്ടല്ല ഇതൊക്കെ പോയിട്ട് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് നമ്മളുടെ ലാപ്പല്ല ഗൈസ്, നമ്മളൊരു സാധനം വാങ്ങിച്ച് നമ്മളുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഏതോ വാങ്ങിച്ച ഇത് ടാബ് വാങ്ങിച്ചു ഗൈസ്. ആപ്പിളിൻ്റെ ടാബ് ഒരെണ്ണം വാങ്ങിച്ചു. 2 ലക്ഷം രൂപ ഒരു ടാബിന്. വലിയ ഇതൊന്നുമില്ല, കോസ്റ്റ് കുറച്ച് ഇതാണ്. ഇത് അത്യാവശ്യം നല്ല സൂപ്പർ ഗെയിമാണ് ഇത്. അവനൊന്ന് പൊക്കോട്ടെ. നമ്മളുടെ സൂപ്പർ ബാക്കിൽ ഒരുത്തം നിൽക്കുന്നുണ്ട്, അവനും പൊക്കോട്ടെ. നമ്മൾ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഒരു അടി പോലും തട്ടാണ്ട് പോലും ഇത്ര അടുത്തെത്തിയൊരു പോലും തട്ടിയിട്ടില്ല ഗൈസ്. അതേപോലത്തെ പ്രൊഫഷണൽ ഡ്രൈവറാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യണത് ഇങ്ങനെയാണ്. നമുക്ക് ഉള്ളിൽ കയറിയൊക്കെ നോക്കാം. 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു എഴുതി കാണിക്കും. അത് ഇപ്പോൾ ഞാൻ അമർത്തി ബാക്ക് അടിക്കാം. നമുക്ക് ഇതൊന്നും ഒന്നും ആവശ്യമില്ല. ബാക്ക് അടിക്കാം, നോക്കി നോക്കാം. ബാക്ക് അടിക്കാം. നമുക്ക് എന്തായാലും ഇവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, നമ്മൾ വന്ന വണ്ടി. നമ്മുടെ ഡോഡ്ജിൻ്റെ ചലഞ്ചറാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കാർ എടുത്തിട്ടുണ്ട്. ഓൾഡ് കാറാണെങ്കിൽ നല്ല 100 something ഒരു കൂട്ടാണ് ഗൈസ്. അത്രയും നല്ല പെട്ടപ്പൻ കാറാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ കയറ്റി കാണിച്ചു തരാം. ഇത്രയൊക്കെ നല്ല സ്പീഡിൽ കയറാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതുള്ള പണിയാണ്. മണ്ണിൽ ചെടിയുണ്ടല്ലേ, നിറച്ച് ചെടിയാണല്ലോ. എന്തെങ്കിലും ആവാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. നല്ല കാറാണ് കേട്ടോ ഗൈസ് ഇത്. ഇതിൻ്റെ അത്രയും വേറെ നമ്മുടെ ബാക്ക് മാർക്കറ്റ് കണ്ടില്ലേ? ഇവിടുന്ന് കാണുന്നത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇപ്പുറത്ത് ഒരു ചേട്ടങ്ങൾ കാണാണ്ട, അതാണ് നമ്മളുടെ ബ്ലാക്ക് മാർക്കറ്റ്. സെറ്റ് സാധനമാണ്, മിസ്റ്റേക്കിലൊക്കെ നമുക്ക് കിട്ടും. ഭയങ്കര ഇതാണ്. ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. ഭയങ്കര ഇതാണ്. ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിൽ കുറേ കേസ് വന്നിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അവിടെ. അതിനോട് കുറേ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും ഭയങ്കര കുറേ കേസുകൾ വന്നിട്ടുണ്ട് അവിടെ. ഇത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മറ്റേ ഗ്യാരേജ് അല്ലല്ലോ, ഇതിന് എന്നിട്ട് പറയാം,
കാർ മാർക്കറ്റ് അല്ല ഗൈസ്, ഇതിൽ എല്ലാം കൂടി തിലക്കേറായിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എനിക്ക് ചെറിയൊരു ഇതുണ്ട്, വലിയ നമ്മൾ ചെറുക്കൻ വണ്ടി കഴുകുന്നിട്ടാ, നല്ല ചെറുക്കനാണ്. നമ്മുടെ കാർ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടത് ബ്ലാക്ക് ഇരുന്ന് നമ്മളുടെ ഇത് ഭയങ്കര ഇതായി. നമ്മളെ യൊട്ടായ A469 അങ്ങനെ എന്തുകൊണ്ട് നമ്പറാണിത്. യൊട്ടായുടെ വണ്ടിയാണ്, നല്ല സൂപ്പർ വണ്ടിയാണ്. ഇത് 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. സെറ്റ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് വണ്ടിയാണ്, അന്നക്ക് മോളെ അങ്ങനത്തെ ഒരു സാധനം ഇത്. യൊട്ടായുടെ വേറൊരു വണ്ടി ഉണ്ട്, എവിടെയാണോ നമ്മളുടെ ഈ വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഈ വണ്ടിയുടെ സെറ്റാണ് ഗൈസ്. ഈ വണ്ടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇത് കാണാം, നമ്മളുടെ ഡാമേജ് ഒട്ടുമില്ല, ഡാമേജ് സെറ്റാണ്, ഡാമേജ് ഒന്നുമില്ല. സെറ്റ് വണ്ടിയാണ്, ഒന്നുമില്ല. സെറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും സെറ്റ് വണ്ടി, കണ്ടീഷനാണ്, പക്കാ കണ്ടീഷൻ, ചെളിയൊന്നുമില്ല. നമ്മളുടെ ഈ വണ്ടിയിൽ ബൂസ്റ്ററുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ വണ്ടി നല്ല ബൂസ്റ്ററുള്ള വണ്ടിയാണ്. നല്ലതെന്ന് പറഞ്ഞാൽ അത്രയും നല്ല വണ്ടിയാണ്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ റേസിങ്ങിന് ആട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇപ്പം റേസ് വയ്ക്കാത്തത്. ഇതിനൊക്കെ നല്ല സ്പീഡ് കയറി പോകും, 100 സംതിങ്. നമ്മൾ നല്ല പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇതിൽ ബൂസ്റ്ററൊക്കെ ആഡ് ചെയ്ത് നല്ല ഇതാക്കിയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ കാർ മാർക്കറ്റില്ല, കാറിൻ്റെ ഇത് തുറന്നുണ്ട്. നമ്മൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്, അതെന്തായാലും എടുത്തിട്ട് തന്നെ നമ്മൾ പോവായിരിക്കും. ഇവിടുത്തെ വണ്ടികളുടെ വിലയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഈ വണ്ടി സെറ്റ് വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടിക്ക് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്, കൗടികൾ കാശൊക്കെയാണ് ഇതിന്, നല്ല കാശെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം ആകെ 30 ഉള്ളു ഗൈസ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഇതൊക്കെ ആക്കിയാണ്. നമ്മുടെ കയ്യിൽ വേറൊരു റേസിങ് കാറാണ് ഇതൊക്കെ. നമുക്ക് റേസിങ് കാറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത്രയും റേസിങ്ങിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് അത്രയും റേസിങ്ങിൻ്റെ ഇതാക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ റേസിങ് റെയിൽ ആക്കണം. അതിന് കാശ് കുറവായിരിക്കും. മറ്റേതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കാശ് കൂടും, അത്രയും ലെവൽ കൂടും, കാശും കൂടും. നല്ല വണ്ടിയാണിത്. ഇതിൻ്റെയൊക്കെ വില എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കിടന്ന് കത്തിക്കണ വിലയാണ്. ഈ BMWൻ്റെ ഏതുകൊണ്ടൊരു വണ്ടിയാകുന്നുണ്ട്, ആണ്, BMWയുടെ ഏതുകൊണ്ടൊരു സീരീസാണ്. നമ്മളുടെ യൊട്ടായയുടെ ഇതാണ് ഏത് ഞാൻ പറഞ്ഞുതരാം. യൊട്ടായയുടെ തന്നെ നല്ലൊരു വണ്ടിയാണ്, അത്രയും നല്ല വണ്ടി. ഇതിൽ ബൂസ്റ്റർ ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരതേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര അന്തസ്സുള്ള വണ്ടി വേറെ ഒന്നുമില്ല, സത്യം പറയാട്ടോ ഗൈസ്. ഇതൊക്കെ ഓടിക്കണവരാണ് അന്തസ്സ് കാണിക്കുക. പിന്നെ കുറേ ഡ്രിഫ്റ്റിംഗ് കാർസ് ഉണ്ട്, അതൊക്കെ നല്ല വണ്ടികളാണ്. പിന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനാണോ വേണ്ടേ, ഇവിടെ നമുക്ക് ഇട്ടിട്ട് പോവാം. നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയറും സെറ്റാണ്. സൺപ്രൂഫ് ഉണ്ട്, നല്ല വണ്ടിയാണ്, നല്ല കാശും ഉണ്ട്. നമ്മളുടെ ഇതൊക്കെ ഉണ്ട്. ഞാനിത് ക്ലീൻ ചെയ്യാനിട്ട് അതേർക്കൻ്റെ അടുത്ത് ബൂസ്റ്റർ കുറച്ച് കൊണ്ടുവരാണ്. നമുക്ക് ഈ വണ്ടി നീക്കണല്ലേ, നമ്മളുടെ ഈ വണ്ടി ഗ്ലിച്ച് വന്നു ഗൈസ്, ഗ്ലിച്ച് ഗൈസ്. കാർ വല്ലതും സെയിലിന് വന്നാവോ, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. നല്ല കാറാണ് കേട്ടോ ഗൈസ്. ഇതിലിവിടെ എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല വണ്ടിയാണ്. ഇത് ഓൾഡ് കാറാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കയറുന്നത് നിങ്ങൾ അറിയാത്ത രീതിക്ക് ഇടിച്ച് ഗൈസ്. സ്പീഡൊന്നും കൂടിപ്പോയില്ല, വലിയ സീനൊന്നുമില്ല, നമ്മൾ ഇടിച്ചെന്നുള്ളൂ, വേറെ ഇതൊന്നുമില്ല. ഇത് പാർക്ക് ചെയ്ത് ഇറങ്ങി ഗൈസ് നമ്മളുടെ ഇതിലാണ്. ഓക്കെ, നമ്മളുടെ ഈ വണ്ടി കയറ്റിയിടണം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഈ കാറ് ഇവിടെ വെക്കാൻ കേട്ടോ ഗൈസ്. നമ്മളിതൊന്ന് കഴുകിയെടുക്കട്ടെ, ചെറുക്കനൊന്നും കഴുകട്ടെ. വണ്ടിയുടെ ഒപ്പം തന്നെ ഇടാം കേട്ടോ ഗൈസ്. നമ്മളുടെ ഈ കാറ് നമ്മുടെ രണ്ടും ഒരേ കാറാണ് ഗൈസ്. ഇത് നമ്മളുടെ ചെറുക്കൻ്റെ അടുത്ത് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുക്കൻ പോയി കഴുകുന്നുണ്ട്. എന്താക്കുക ചെറുക്കൻ
നമ്മുടെ ഡോഡ്ജൻ്റെ ചലഞ്ചർ, മിനി കൂപ്പർ, നമ്മുടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മളുടെ ഇവിടുത്തെ ഏകദേശം ഫുള്ള് വണ്ടികളുണ്ട്. നമ്മളുടെ ഈ വീഡിയോ കഴിയാറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ഇവിടുത്തെ കുറേ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മളുടെ ചെറുക്കന്മാർ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ GT ഒക്കെ ഇല്ലേ, GT, അവൻ നമ്മുടെ ആളാണ്. അവനൊക്കെ ഒന്ന് നമ്മൾ ഇതാക്കിയാണ്. GT, പിന്നെ ടോംസ് ഗെയിംസ്, അവനൊക്കെ നമ്മുടെ ആളാണ്. അപ്പോൾ നമ്മളുടെ നല്ല സൂപ്പർ സാധനമാണ് ഗൈസ്. GT ഒക്കെ ഇതിനൊക്കെ വിളിച്ചില്ലേ, ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. അവൻ കാറ് വാങ്ങിച്ചപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ മറ്റേ